തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് വിലക്ക് മറികടന്ന് ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷം. തടയാനെത്തിയ പോലീസുകാർക്ക് നേരെയും ആക്രമണം. 4 പോലീസുകാർക്ക് പരിക്കേറ്റു. 8 പേർ പിടിയിൽ. അതുല്യ ചേരുകയാണ് വിശദാംശങ്ങളുമായി. അതുല്യ, തലസ്ഥാനത്ത് പോലീസുകാർക്ക് നേരെ ഗുണ്ടകളുടെ ആക്രമണം വീണ്ടും ഉണ്ടായിരിക്കുന്നു. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? പോലീസുകാർക്ക് പരിക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? നന്ദു, ഇന്നലെ രാത്രി 9 മണിയോടെയാണ് സംഭവം നടന്നത്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെ 3 ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. ഇവർക്ക് നേരെയായിരുന്നു ആക്രമണം നടന്നത്. CI രാജേഷ് കുമാർ, SI സന്തോഷ് കുമാർ, ഒരു CPO എന്നിവർക്കാണ് പരിക്കേറ്റത്. നിലവിൽ ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. സംഭവം എന്ന് പറയുന്നത് സുപ്രസിദ്ധ ഗുണ്ട സ്റ്റാമ്പർ അനീഷിന്റെ സഹോദരിയുടെ മകന്റെ ജന്മദിന ആഘോഷ പരിപാടിയിൽ വെച്ചായിരുന്നു ആക്രമണം. ഈ കുപ്രസിദ്ധ ഗുണ്ട സ്റ്റാമ്പർ അനീഷിനോട് നേരത്തെ തന്നെ പോലീസ് ഈ ഗുണ്ടകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജന്മദിനാഘോഷ പരിപാടി നടത്തരുതെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് തെറ്റിച്ചുകൊണ്ടാണ് അനീഷും ഏകദേശം 20ഓളം ഗുണ്ടകളും ഈ പരിപാടി നടത്തിയത്. ഇതിൽ 8 പേരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പിടിയിലായവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ശരി, അതുല്യാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ 8 പ്രതികൾ കൂടി പിടിയിൽ. കവർച്ച ചെയ്ത 3.5 കിലോയിൽ പകുതി സ്വർണവും കണ്ടുകിട്ടിയതായാണ് സൂചന. TK അരവിന്ദൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. അരവിന്ദൻ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നന്ദു, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പെരിന്തൽമണ്ണയിലെ KM ജ്വല്ലറി ഉടമ ആക്രമിച്ച് കവർച്ച സംഘം 3.5 കിലോ സ്വർണം കവർന്നത്. ഇവർ രാത്രി ജ്വല്ലറി അടിച്ച് വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോകുമ്പോൾ കാറ് കൊണ്ട് സ്കൂട്ടറിൽ ഇടിച്ചു വീഴ്ത്തിയായിരുന്നു സ്വർണം കവർന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ തൃശ്ശൂരിൽ നിന്ന് 4 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ 2 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ പ്രതികളെ കുറിച്ചുള്ള സൂചന ലഭിച്ചത്. തുടർന്നാണ് ഇപ്പോൾ 8 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഏതാണ്ട് 2 കിലോയോളം വരുന്ന സ്വർണം ഇവരിൽ നിന്ന് കണ്ടെടുത്തതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കണ്ണൂർ സ്വദേശികളായ കൂത്തുപറമ്പ് സ്വദേശികളായ പ്രജിൻലാൽ, നിർമ്മൽ രാജ് എന്നീ 2 പേരെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ്, പെരിന്തൽമണ്ണ DYSP TK ഷൈജി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തുകയായിരുന്നു. എന്തായാലും ഇന്ന് 11 മണിയോടെ പ്രതികളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ജില്ലാ പോലീസ് മേധാവി പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. എന്തായാലും പോലീസ് വളരെ പെട്ടെന്ന് തന്നെ കവർച്ചാ സംഘത്തിലെ അംഗങ്ങളെ പിടികൂടാനായതിൽ സന്തോഷത്തിലാണ്. പല സംഘങ്ങളായിട്ടായിരുന്നു കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ രക്ഷപ്പെട്ടത്. വളരെ കാര്യക്ഷമമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. അത് കാരണം തന്നെയാണ് പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടാനായത്. നന്ദു.